Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബജിയാണ്. അടിപൊളി ടേസ്റ്റിലുള്ള മുളകു ബജി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 5 മുളകാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇച്ചിരി വലിപ്പമുള്ള മുളകാണ്. ഇത് ഞാൻ രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ സീഡ്സ് എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. താഴെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സീഡ്സ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ ഒന്ന് കാണിച്ചാൽ മതി. ആ സീഡ്സ് ഒക്കെ അങ്ങ് പൊക്കോളും. പിന്നെ ഏറ്റവും മുകളിലത്തെ ഈ ഭാഗവും കൂടെ ഇച്ചിരി മുറിച്ച് വിടണം. അവിടെയും കുറച്ച് എരിവ് കാണും. അതിനുശേഷം ഇതൊരു ടിഷ്യൂ വെച്ച് ഞാൻ തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മുളക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. നല്ലൊരു ബാറ്റർ കിട്ടിയാൽ മാത്രമേ മുളക് ബജി നന്നായിട്ട് വരത്തുള്ളൂ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് കടലമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അളവ് ഗ്ലാസ്സിനാണ് ഞാൻ 1.5 കപ്പ് പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകിന്റെ അളവ് കുറയ്ക്കാം. കാരണം ഇവിടെ ഇച്ചിരി ഒന്ന് ചുമന്നിരിക്കണം കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്താണ്. പക്ഷേ എരിവൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ആക്കാം. അങ്ങനെ ചെയ്യാം. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് ഇതിന് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ മിക്സ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയെന്ന് വരത്തില്ല. അതുകൊണ്ട് പൊടികളെല്ലാം തന്നെ ആദ്യം മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ പൊടി ഇടേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ മുളകിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് വെള്ളം ചേർക്കുക. ഇപ്പം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതിൽ ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇത് കൂടുതൽ ലൂസ് ആയി പോയാൽ കുറച്ച് കടലമാവ് കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്ര എണ്ണയൊന്നും ഒഴിക്കണ്ട. കാരണം ഞാനിത് ഫോട്ടോ പർപ്പസ് കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിരിക്കുകയാണ്. തിരിച്ചൊക്കെ ഇടുമ്പോൾ ഇച്ചിരി ഒരു ഇതായിട്ട് വരും കുറച്ച് എണ്ണയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ കൂടുതൽ എണ്ണ ഒഴിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് എണ്ണയിൽ പല പ്രാവശ്യമായിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ മുളകിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വെക്കരുത്. പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. സോഡാപ്പൊടി ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർ ഇത് ഒഴിവാക്കിയേക്കാം. കാരണം ഇതിങ്ങനെ ഇപ്പം ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോഡാപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോഡാപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് തന്നെ നമ്മളുടെ ബജി മുളക് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതായിട്ടായിട്ടുണ്ട്. അടുത്ത സെറ്റ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മുളക് മുഴുവനായിട്ട് ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ എരിവ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് സീഡ് കളഞ്ഞിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ മുളകെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് മുളക് ബജിക്ക് ഒരു ചട്നി തയ്യാറാക്കാം. നമ്മളിപ്പോൾ ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ മുളക് ബജി വാങ്ങിച്ച് കഴിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ ചട്നി കിട്ടാറുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രമേ മുളക് ചേർക്കാവൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചൂടായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നമ്മൾ ബജി വറുത്ത എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ചൂടാക്കി ഉപയോഗിച്ചാൽ മതി. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചൂടെണ്ണ ഒഴിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു പച്ച ചൊവയൊന്നും വരത്തില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നീട്ടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല, എന്നാൽ ഒരല്പം ലൂസായിട്ട്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ മുളക് ബജി ഉണ്ടാക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഇപ്പം നമ്മളുടെ മുളക് ബജിയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കണ്ടില്ലേ എന്ത് ടേസ്റ്റാണ് ഇത് കഴിക്കാനെന്നറിയാവോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി, അതുപോലെ തന്നെ ചട്നി. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.